ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ക്രിസ്മസ് ഡിവോഷണൽസിൻ്റെ ഭാഗമായിട്ട് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവം എനിക്ക് നൽകി തന്ന ഈ വലിയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്മസിൻ്റെ ഏറ്റവും പ്രചാരമുള്ള അടയാളമാണല്ലോ നക്ഷത്രം. വർണ്ണ വൈവിധ്യമുള്ള നക്ഷത്ര വിളക്കുകളാൽ നമ്മുടെ ഭവനങ്ങളും ദേവാലയങ്ങളും അലങ്കൃതമാകുന്നത് ക്രിസ്മസ് കാലത്താണ്. സകല ജനത്തിനും ഉള്ള മഹാസന്തോഷം പ്രഘോഷിച്ചുകൊണ്ട് മാലാഖമാർ സ്തുതിഗീതം പാടിയപ്പോൾ വാനിൽ ഉദിച്ച ദിവ്യ നക്ഷത്രത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ നക്ഷത്ര വിളക്കുകൾ. ഈ അത്ഭുത നക്ഷത്രത്തെപ്പറ്റി ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഈ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത? സത്യവെളിച്ചമായും നിത്യവെളിച്ചമായും ലോകത്തിൽ അവതരിച്ച യേശു ക്രിസ്തുവിനെ ആദ്യമായി അടയാളപ്പെടുത്തിയത് വാനിൽ ഉദിച്ച ദിവ്യ നക്ഷത്രം ആയിരുന്നു. ആ രാത്രിയിൽ അനേകം നക്ഷത്രങ്ങൾ ആകാശത്തുണ്ടായിരുന്നു. എങ്കിലും ജ്ഞാനികളായ വിദ്വാൻമാരുടെ ശ്രദ്ധ ആകർഷിച്ചത് ഈ നക്ഷത്രത്തിൻ്റെ അപൂർവ തേജസ്സായിരുന്നു. വി ത്രീ കിങ്സ് ഓഫ് ഓറിയന്റാർ എന്ന പ്രശസ്തമായ ഗാനത്തിൻ്റെ കോറസ് ഇപ്രകാരമാണല്ലോ: സ്റ്റാർ ഓഫ് വണ്ടർ, സ്റ്റാർ ഓഫ് നൈറ്റ്, സ്റ്റാർ വിത്ത് റോയൽ ബ്യൂട്ടി ബ്രൈറ്റ്. അതീവ ശ്രേയസ്സുള്ള ഒരു ദിവ്യ ശിശു ജനിച്ചിരിക്കുന്നുവെന്നും എത്ര ദൂരെയാണെങ്കിലും ആ ശിശുവിനെ പോയി കണ്ടു വണങ്ങണം എന്നുമുള്ള ചിന്ത വിദ്വാൻമാരിൽ ജനിപ്പിക്കുവാൻ ആ നക്ഷത്രത്തിനായി. ദൈവപുത്രൻ്റെ പാദങ്ങളിൽ വണങ്ങി നമ്മളെ തന്നെ കാഴ്ചകളായി അർപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നതാവണം നക്ഷത്ര വിളക്കുകളും ക്രിസ്മസ് ആഘോഷങ്ങളും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ യേശു ഇപ്രകാരം പറയുന്നു: ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം ഉള്ളവനാകും. സൂര്യന്റെ വെളിച്ചം ചന്ദ്രനിലൂടെ നിലാവായി പ്രസരിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ വെളിച്ചം നമ്മിൽ വിളങ്ങി നിൽക്കുവാനും അത് ലോകത്തിൻ്റെ മുൻപിൽ പ്രതിഫലിപ്പിക്കുവാനും ഉള്ള വലിയ ദൗത്യം നമുക്കുണ്ടെന്ന് ക്രിസ്മസ് രാവിൽ ഉദിച്ചുയർന്ന നക്ഷത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മേരി ആൻ റാഡ്മാക്കർ എന്ന എഴുത്തുകാരിയുടെ ഒരു ചിന്ത ഇവിടെ ചേർത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആസ് വി വർക്ക് ടു ക്രിയേറ്റ് ലൈറ്റ് ഫോർ അതേഴ്സ്, വി നാച്ചുറലി ലൈറ്റ് അവർ ഓൺ വേ. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 9-ാം വാക്യം. ദൈവപുത്രൻ്റെ സന്നിധിയിലേക്ക് വഴികാട്ടുന്ന നക്ഷത്രത്തെയാണ് നാം ഇവിടെ കാണുന്നത്. ശരിയായ വഴികാട്ടുകളുടെ അഭാവം പലപ്പോഴും നമ്മെ വിഷമിപ്പിക്കാറുണ്ട്. ഒരു കാര്യം കൂടെ ഈ വേദഭാഗത്ത് കാണാനാവും. യേശുവിൻ്റെ നക്ഷത്രം നേരിൽ കണ്ട് ആ പൈതലിനെ കാണുവാൻ ഇറങ്ങിത്തിരിച്ച വിദ്വാൻമാർ നക്ഷത്രത്തെ അവഗണിച്ചു. തങ്ങളുടെ മാനുഷിക ബുദ്ധിയെ ആശ്രയിച്ച് ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലാണ് ചെന്നെത്തിയത്. വഴിതെറ്റിച്ചെന്ന അവർ ശിശുവിനെപ്പറ്റി രാജാവിനോട് അന്വേഷിച്ചത് ഒരു വലിയ ദുരന്തത്തിൽ കലാശിച്ചു. നേർവഴി കാണിക്കുവാൻ ദൈവം നൽകുന്ന അടയാളങ്ങളെ തിരസ്കരിക്കരുത് എന്നൊരു സന്ദേശം കൂടെ ഈ നക്ഷത്രം നമുക്ക് നൽകുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റിമോട്ട് സെൻസേഴ്സും ലോകത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്ന് ഇന്നത്തെ ശാസ്ത്രം നമ്മെ വിശ്വസിപ്പിക്കുന്നു. എന്നാൽ ദൈവദത്തമായ ഹ്യൂമൻ ഇൻ്റലിജൻസും കോമൺ സെൻസും കൈമോശം വരാതെ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതാണ്. ഈ കാലയളവിലും ദൈവം തന്നെ അന്വേഷിക്കുന്നവർക്ക് വിദ്വാൻമാർക്ക് കാണിച്ചു കൊടുത്ത നക്ഷത്രത്തെ പോലെ അടയാളങ്ങളും സന്ദേശങ്ങളും നൽകി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അതിൻ പ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ല ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു.